2025 കീം എക്സാമിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. കേരളത്തിൽ ബിടെക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഏത് കോളേജ് തിരഞ്ഞെടുക്കണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളുടെ എല്ലാം റിക്വസ്റ്റ് പ്രകാരമാണ് ഇത്തരമൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ജോബിസാൻ്റെ അടുത്തേക്ക് വരുന്നത്. സർ, ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച 15 കോളേജുകളെ എങ്ങനെ തരംതിരിക്കാം? നമ്മൾ ഏറ്റവും മികച്ച കോളേജ് എന്ന് പറയുമ്പോൾ നമുക്കതിനകത്തൊരു കോളേജിനെ തിരഞ്ഞെടുക്കാൻ പല ക്രൈറ്റീരിയാസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ അത് ഓൾ ഇന്ത്യ തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ക്രൈറ്റീരിയനായിട്ട് പറയുന്നത് NIRF റാങ്കിങ് ആണ്. അതിൽ നമ്മുടെ കേരളത്തിലെ ഒരുപാട് കോളേജുകൾ ഒത്തിരി നല്ല പൊസിഷനിലൊന്നും അല്ല. ഓക്കെ. നമുക്ക് 100 താഴെ നമുക്ക് CET ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് മറ്റ് ചില ക്രൈറ്റീരിയാസൂടെ എടുക്കാം. നാക്കിൻ്റെ അക്രഡിറ്റേഷൻ നമുക്ക് പരിശോധിക്കാം. പിന്നെ കോഴ്സുകൾക്ക് കിട്ടുന്ന NBA അക്രഡിറ്റേഷൻ. ഓക്കെ. അപ്പോൾ അതിലൊക്കെ അത് 3 പ്രധാനമായിട്ട് എടുക്കാം. പിന്നെ അത് കൂടാതെ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എടുക്കാവുന്ന മറ്റ് ചില ഫാക്ടേഴ്സ്, ഒന്ന് ഹിസ്റ്ററി ആൻഡ് റെപ്യൂട്ടേഷൻ. ഓക്കെ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോളേജും അതെ, കോഴ്സും അതെ. ഒരു 10 വർഷമേലുമായ ഒരു കോഴ്സാണെങ്കിൽ അതിൻ്റേതായ ഒരു വാല്യം നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് അറിയാം, പഴയ ഒരു കാലമല്ല നമ്മൾ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കോഴ്സ് പാസ്സാകുക എന്നുള്ളതല്ല, ഒരു BTech ഡിഗ്രി ആയിട്ട് പുറത്ത് വരിക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. അതിനുമപ്പുറം ഈ 4 വർഷം കൊണ്ട് ആ കുട്ടിക്ക് അവൻ്റെ മുന്നോട്ടുള്ള അവൻ്റെ ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട മേഖലയിലും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന മറ്റ് മേഖലകളിലുമൊക്കെ മാക്സിമം എക്സ്പോഷർ കൊടുക്കുന്ന ഒരു സ്ഥാപനം. ആ ഒരു രീതിയിൽ ആണ് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും പരിഗണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഫോറിൻ ലാംഗ്വേജസിന് അവസരം കൊടുക്കുന്നത്, അതുപോലെ ഫോറിൻ കൊളാബറേഷനുള്ള സ്ഥാപനങ്ങൾ, ഇൻറ്റേൺഷിപ്പുകൾ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, വർക്ക്ഷോപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, അത് ലാബ്, ലൈബ്രറി, അതുപോലെ തന്നെ നമുക്കറിയാം കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം നല്ലപോലെ നമുക്ക് ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ ആ ഒരു മേഖലയിലേത്, ഫാക്കൽറ്റീസ്, പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ മെട്രോ സിറ്റിയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പ്ലേസ്മെൻറ്റുകൾക്കുള്ള സാധ്യത അവിടെ കമ്പനിയുടെ പ്രയോറിറ്റി കൂടുതൽ ഉണ്ടാവും. പിന്നെ പ്ലേസ്മെൻറ്റ് ഏറ്റവും ആദ്യത്തെ ക്രൈറ്റീരിയൻ നമുക്ക് പറയാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ ഒരു ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് വേണ്ടി ഈ സ്ഥാപനം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥാപനത്തിൻ്റെ പ്ലേസ്മെൻറ്റ് സെൽ അത് ടീച്ചേഴ്സാണോ അതോ പുറത്തുനിന്നുള്ള ഇൻഡസ്ട്രി എക്സ്പേർട്ടുകളാണോ പ്ലേസ്മെൻറ്റ് സെല്ല് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങൾ അത് ആദ്യം തന്നെ അവർ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതോ തേർഡ് ഇയർ കഴിയുന്ന ഒരു സമയത്ത് മാത്രമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇനി ഇൻക്യുബേഷൻ സെൻറ്റർ അവിടെ ഉണ്ടോ, കോഡിംഗ് കോമ്പറ്റീഷൻസ്, ഹാക്കത്തോൺസ് പോലെയുള്ള കോമ്പറ്റീഷൻസ് നടത്താറുണ്ടോ, ഇൻഡസ്ട്രി എക്സ്പേർട്ടുകൾ സന്ദർശിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണോ, ഇൻഡസ്ട്രി കൊളാബറേഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. പിന്നെ സെൻറ്റർ ഓഫ് എക്സലൻസ് അതൊക്കെ കുറവാണ് നമുക്ക് കേരളത്തെ സംബന്ധിച്ച്. അങ്ങനെയുള്ള പിന്നെ അക്കാഡമിക് എക്സലൻസും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. റിസൾട്ട് നമ്മൾ പറയുമല്ലോ, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പൊതുവെ കോളേജുകളെ തിരിക്കാറുള്ളത്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ എന്നും വർഷങ്ങളായിട്ട് അപ്പോൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയനൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹിസ്റ്ററി ആൻഡ് റെപ്യൂട്ടേഷൻ. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് 1ാം സ്ഥാനത്ത് വരുന്നത്. CET 1ാം സ്ഥാനത്ത് വരും. രണ്ടാമത് അതിനോട് അടുത്ത് തന്നെ കാലപ്പഴക്കമുള്ള ഒരു കോളേജാണ് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ്, നമ്മൾ GEC എന്ന് പറയും, തൃശ്ശൂർ വരും. പിന്നെ മൂന്നാമത്തേത് ഇനിയുള്ള കോളേജുകളിലേക്ക് നമ്മൾ വരുമ്പോൾ ചില കോളേജുകളിലെ ചില ബ്രാഞ്ചുകൾ, ആ ബ്രാഞ്ചുകൾക്ക് ആളുകൾ പൊതുവെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കോളേജുകൾ തമ്മിലെന്ന് പറയുമ്പോൾ ബ്രാഞ്ചുകളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം പ്ലേസ്മെൻറ്റിനൊരു പ്രധാനപ്പെട്ട കാരണക്കാരായിട്ട് വരുന്നത് അവിടുത്തെ അലുമിനി നെറ്റ്വർക്കാണ്, അലുമിനീസാണ്. അപ്പോൾ ചില ഡിപ്പാർട്ട്മെൻറ്റുകളിലെ അലുമിനികൾ നന്നായിട്ട് ആ കോളേജിനോടൊരു താല്പര്യമുള്ളത് കൊണ്ട് നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റിന് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മൂന്നാമത് ചില ബ്രാഞ്ചുകളിൽ എസ്പെഷ്യലി CS കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചിൽ നമ്മുടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് മൂന്നാമതായിട്ട് കാണാറുണ്ട്, കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ TKM വരുന്നുണ്ട്. മെക്കാനിക്കൽ പോലെയുള്ള ബ്രാഞ്ചുകളിലേക്ക് വരുമ്പോൾ 3ാം സ്ഥാനം തീർച്ചയായിട്ടും TKMന് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ 2 കോളേജുകൾ അപ്പം 3, 4 എന്നുള്ള രീതിയിൽ വരും. ECയുടെ കാര്യത്തിൽ ഏകദേശം ഒരുപോലെ നെക്ക് ടു നെക്ക് എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത ബ്രാഞ്ച് വരുമ്പോഴേക്കും.
പിന്നെ നമുക്ക് ഒരു 5ാമത്തെ കോളേജായിട്ട് നമ്മുടെ കോതമംഗലം MAC കോതമംഗലം പറയാം. അപ്പം 6ാമത്തേതായിട്ട് നമുക്ക് തിരുവനന്തപുരം ബാട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ്, നല്ലൊരു കോളേജാണ്. അവിടെ CS ഇല്ല, CS ബ്രാഞ്ച് ഇല്ല, അവിടെ IT ബ്രാഞ്ചാണ് ഉള്ളത്. പിന്നെ ECE പോലെയുള്ള ബ്രാഞ്ചുകളുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതി നമ്മൾ കോളേജിൻ്റെ ഒരു രീതിയിലെടുക്കുമ്പോൾ നമുക്ക് അടുത്ത ഒരു കോളേജായിട്ട് ബാട്ടൺ ഹില്ല് പറയാൻ പറ്റും. പിന്നെ ഉള്ളത് നമ്മുടെ കോട്ടയം RIT രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് NSS പാലക്കാട് നല്ലൊരു കോളേജാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് പാലക്കാടും 2 കോളേജുകൾ, രണ്ടും നല്ല കോളേജാണ്. ഗവൺമെൻറ് കണ്ണൂർ നല്ല കോളേജാണ്. KSRTCയുടെ SCT പാപ്പനംകോട്, തിരുവനന്തപുരത്തുള്ള പാപ്പനംകോട് നല്ല കോളേജാണ്. പിന്നെ ഈ ഒരു ലെവലിലേക്ക് ഇപ്പം നമ്മൾ SCTയുടെ ഒക്കെ ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കുറേ സെൽഫ് ഫൈനാൻസിങ് അല്ലെങ്കിൽ പ്രൈവറ്റ്, അത് പലതും ഇപ്പോൾ ഓട്ടോണമസ് ആയിട്ടുണ്ട്. ഓട്ടോണമസും നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓട്ടോണമസ് കോളേജുകൾക്ക് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോണമസിൽ ഒന്നാമത് വരുന്നത് രാജഗിരി കോളേജ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് കുട്ടികൾ സെലക്ട് ചെയ്യുന്ന ഒരു ഓർഡറും പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് മുത്തൂറ്റാണ് അടുത്ത ഒരു പൊസിഷനെ കാണുന്നത്. പിന്നെ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് നല്ലൊരു കോളേജാണ്. ഉടൻ തന്നെ ചെങ്ങന്നൂർ IHRDയുടെ ഒരു കോളേജ്, നമ്മൾ മോഡേൺ എഞ്ചിനീയറിംഗ് കോളേജ് IHRDയുടെ ആണ്. അതുപോലെ തന്നെ ഒരു കോളേജാണ് IHRDയുടെ കോളേജ് ചെങ്ങന്നൂർ, അത് നല്ലൊരു കോളേജായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഉള്ളത് കുറേ പ്രൈവറ്റ് കോളേജുകളുടെ ഒരു ലിസ്റ്റാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിൽ പലതും ഓട്ടോണമസ് പദവിയുള്ളതാണ്, കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഫിസാറ്റ് ഓട്ടോണമസ് അല്ല, ഫെഡറൽ ബാങ്കിൻ്റെ ഫിസാറ്റുണ്ട്, പിന്നെ ക്രൈസ്റ്റ് ഉണ്ട്, MBC മാർ ബസേലിയസ് അത് ഈ ഒരു കാറ്റഗറി, സെയിൻറ്റ് ഗിറ്റ്സ് ഉണ്ട്, സെയിൻറ്റ് ജോസഫ്, പിന്നെ അമൽ ജ്യോതി, ഇതെല്ലാം ഓട്ടോണമസിൻ്റെ ഒരു കാറ്റഗറി വരുന്നതാണ്. പിന്നെ ആദിശങ്കര എറണാകുളം SCMS, ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 15-20 കോളേജുകളിലേക്ക് നമ്മൾ എത്തിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകളെന്ന് നമുക്ക് പറയാവുന്നത്. സർ, കഴിഞ്ഞ ദിവസം ഒരു പേരൻ്റ് വിളിച്ചു. ഒരു ചോദ്യമാണ് അറിയേണ്ടിയിരുന്നത്. കേരളത്തിലൊരു കോളേജിൽ BTech പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. CS കിട്ടണം, CS കിട്ടിയേ പറ്റൂ, ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത് എത്രമാത്രം നല്ലതാണ്? അല്ലെ CSന് ഇത്രമാത്രം പ്രാധാന്യം ഇന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അത് ഒരിക്കലും ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 2025 ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടി അങ്ങനെ വിചാരിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നുമായിരിക്കും. ഇത് 2029-30 ആ കുട്ടി പുറത്തിറങ്ങുമ്പോൾ അതെല്ലാവർക്കും തന്നെ മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും അധികം ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ സെക്ടറിലാണ്. ഏറ്റവും റിസ്ക് കൂടുതൽ. കാരണം 70 മുതൽ 80% വരെ ജോബുകൾ AI ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പം US നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ US ടോപ്പ് കമ്പനീസിൽ എല്ലാം അങ്ങനെയാണ് ഇപ്പോൾ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പം നമ്മുടെ ഗൂഗിളിൻ്റെ CEO ഉൾപ്പെടെയുള്ളവരെല്ലാം സംഭവിച്ചിരിക്കുന്നൊരു കാര്യമാണ്. AI ആണ്. അവരുടെ 20% 30% AI എന്നാണ് പറയുന്നത്. അതിൽ കൂടുതലും ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ജൂനിയർ ഡെവലപ്പേഴ്സിന് ഇപ്പോൾ വലിയ റോളില്ല. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒരു വശത്തുകൂടി നമ്മുടെ ഇൻഫോസിസും TCSും വിപ്രോയും ഒക്കെ ആളുകളെ ഹയർ ചെയ്യുമ്പോൾ അടുത്ത ഡോറിൽ കൂടെ ഫയർ ചെയ്യുമെന്ന് നമ്മൾ പറയാറുണ്ട്. അത് സത്യമായ കാര്യമാണ്. ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം ജൂനിയർ ഡെവലപ്പേഴ്സിൻ്റെ വലിയൊരു ആവശ്യമില്ല. അത് AI ആ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ ജനറേറ്റീവ് AIയിൽ നിന്ന് കടന്ന് അജൻറ്റിക് AIയിൽ ഉള്ള ഒരു കാലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഡെവലപ്പേഴ്സിൻ്റെ ആവശ്യം കുറവാണ്. സീനിയർ റോളിൽ കുറേ ആളുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഫ്രഷേഴ്സിൻ്റെ ആവശ്യം കുറയുകയാണ്. തന്നെയുമല്ല, നമ്മൾ 2029-30 എന്ന് പറയുമ്പോൾ ജോബ് മാർക്കറ്റിൽ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് എന്ന് നമുക്ക് പറയാം. നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കുറേ സ്കിൽ റിപ്പോർട്ടുകൾ, അപ്പോൾ അതിന് ഈ വർഷം 25 ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് ലിങ്ക്ഡിൻ്റെ ജോബ്സ് റിപ്പോർട്ടുണ്ട്. ജോബ്സ് സ്കില്ല്, അല്ലെങ്കിൽ അതിൻ്റെ എന്തുമാത്രം സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ജോബ്സ് ഏതൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ലിങ്ക്ഡിൻ റിപ്പോർട്ട് അവൈലബിൾ ആണ്. ആസ്പയറിംഗ് മൈൻഡ്സ് നമ്മുടെ MHRDക്ക് വേണ്ടി ഫ്യൂച്ചർ ജോബ്
അല്ലെങ്കിൽ ഫ്യൂച്ചർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സ്കിൽ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് അവരുടെ റിപ്പോർട്ടുണ്ട്. പിന്നെ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ടുണ്ട്, സ്കിൽ റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ തീർച്ചയായിട്ടും പരിശോധിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ 2029-30 സോഫ്റ്റ്വെയർ സെക്ടറിൽ ജോബ് ഇല്ല എന്നല്ല പറയുന്നത്, ഹൈലി റിസ്ക് ആയിരിക്കും. അതായത് ഈ വർഷത്തെ ട്രെൻഡ്, ഈ വർഷങ്ങളിലുള്ള ട്രെൻഡുകൾ റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അതുപോലെ അപ്സ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ച് ഓക്കെയാണ്. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു സമയത്തിന് അല്ലെങ്കിൽ ഈ ഒരു കുട്ടി പാസ് ഔട്ട് ആകുന്ന സമയത്ത് കമ്പ്യൂട്ടേഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ടെക്നിക്സ് പോലും മാറും. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ് വരാം, ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിങ് ആയിരിക്കും. പിന്നെ കോഡിങ് അപ്പാടെ ചേഞ്ച് ചെയ്യാനാണ് സാധ്യത. നമ്മൾ C++ അല്ലെങ്കിൽ ജാവയോ പൈത്തണോ ഒന്നും ആവില്ല. വൈപ്പ് കോഡിങ് ഇപ്പോൾ തന്നെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ കോഡെക്സ് ടൂള് യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വരും. അത് നമ്മൾ ഈ റിപ്പോർട്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ CSA എനിക്ക് പറ്റൂ, അല്ലെങ്കിൽ അത് മാത്രം മതി, ഏത് കോളേജാണെങ്കിലും കുഴപ്പമില്ല എന്ന് അത്രയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അപ്സ്കില്ലിങ്ങിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ആളാണോ എന്ന് നേരത്തെ തന്നെ ഒന്ന് അനലൈസ് ചെയ്തിട്ട്, സ്വന്തമായിട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഈ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത്. സാർ, ഇങ്ങനെ ഇന്ന ബ്രാഞ്ച് വേണം എന്ന് കരുതുന്ന പല വിദ്യാർത്ഥികളുമാണ് പിൻകാലഘട്ടങ്ങളിൽ MBA പോലുള്ള കോഴ്സുകളിലേക്ക് തിരിയുന്നത് എന്നുള്ളതും കൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പം ഒരു കാര്യം, അതായത് പണ്ടുണ്ടായിരുന്ന ഒരു അത്രയും പ്രാധാന്യം ഇന്ന് ബ്രാഞ്ചുകൾക്കുണ്ടോ? ഇന്ന് ബ്രാഞ്ചുകൾക്ക് ഇല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം നമ്മൾ ബ്രാഞ്ചുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലേക്കാണ് ഈ കുട്ടികൾ ഇറങ്ങുന്നത്, ആ ഒരു സമയത്താണ്. അപ്പോൾ അവർക്ക് ശ്രദ്ധിക്കാവുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ഇന്നും അന്നും ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു എക്സാം ആയിരിക്കും ഗേറ്റ് എക്സാം. അന്നും ഉണ്ടാവും. അപ്പോൾ ഗേറ്റ് എക്സാമിന് നമുക്ക് എഴുതാൻ പറ്റുന്ന സബ്ജക്ട്സ് നമുക്കറിയാം. ഇപ്പോൾ ഉള്ള എല്ലാ സബ്ജക്റ്റിനൊന്നും, പുതുതായിട്ട് കാണുന്ന എല്ലാ സബ്ജക്റ്റിനൊന്നും ഗേറ്റ് എക്സാം ഇല്ല. അപ്പോൾ ഗേറ്റ് എഴുതാൻ പറ്റുന്ന സബ്ജക്റ്റ്, IES എഞ്ചിനീയറിംഗ് സർവീസ്, ഇതൊക്കെ നമുക്കറിയാം കോർ സബ്ജക്റ്റുകൾ, IES എക്സാം എഴുതാൻ പറ്റുന്ന സബ്ജക്റ്റ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചൂസ് ചെയ്യാം. തന്നെയുമല്ല, ഇപ്പോഴത്തെ ഒരു കാലം ഇന്ത്യയിൽ നമുക്കൊരു വിർച്വൽ ഡിജിറ്റൽ വേൾഡ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. എല്ലായിടത്തും ഒരു ഇലക്ട്രോണിക്സ് കമ്പോണൻ്റ്, ഇലക്ട്രോണിക്സ് മയം, ഒരു സെൻസർ മയം ഉണ്ട് എന്തിലും. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ സെമി കണ്ടക്ടർ സെക്ടറിൽ ഒരു അഡ്വാൻസ്ഡ് ഫോക്കസിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ സ്കിൽ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ അത് കൃത്യമായിട്ട് മനസ്സിലാകും. ഇന്ത്യയിൽ ഏറ്റവും അധികം ഓപ്പണിംഗ് എഞ്ചിനീയേഴ്സിന് വരാവുന്നത് സെമി കണ്ടക്ടർ മേഖലയിലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇലക്ട്രിക്കലും ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും ഉണ്ട്. അതുപോലെ നമുക്കറിയാം 6G 5G 6Gയിലെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, സെൻസറുകളുടെ കാലം, അതെല്ലാം ഉണ്ട്. പിന്നെ ഏറ്റവും അധികം സാധ്യത വരാവുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷനാണ്. അപ്പോൾ റോബോട്ടിക്സിൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന റോബോട്ടുകൾ പ്രധാനമായിട്ട് യൂണിഫങ്ഷനിൽ, അല്ലെങ്കിൽ ഒരൊറ്റ ടാസ്ക് മാത്രം, സിംഗിൾ ടാസ്ക് ചെയ്യുന്ന, ഇനി വരുന്നതൊക്കെ മൾട്ടി ഫങ്ഷനിലായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസ് ഓട്ടോമേഷൻ, അവിടെയാണ് സിഗ്നൽ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ സെൻസറൊക്കെ വരുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസ് EDA, അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവുക. അതുപോലെ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, മെക്കാനിക്കലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇത് ഒക്കെ ആണ് ഇനി ഭാവിയിൽ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അഡ്വാൻസ്ഡ് സൈബർ സെക്യൂരിറ്റി ടെക്നിക്സിന് എന്തായാലും ഇമ്പോർട്ടൻസ് വരും. കാരണം നമുക്കറിയാം സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ലൗഡിങ്ങും അതുപോലെ തന്നെ അതിലുമപ്പുറം സെക്യൂരിറ്റി ടെക്നിക്സ്. അപ്പോൾ ഇവിടെ എല്ലാം AI യൂസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം ചൈനയാണെങ്കിലും US ആണെങ്കിലും അല്ലെങ്കിൽ കൊറിയ, ജപ്പാൻ, ഇവരെല്ലാം LLMകൾ ഒരുപാട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, മേക്ക് ചെയ്ത് കഴിഞ്ഞു. അതാണ് നമ്മളും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലോകത്തിലറിയപ്പെടുന്ന ഒരു LLM പോലും നമ്മൾ ഇതുവരെ മേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ പറയാറുണ്ട്, ആദ്യ കാലഘട്ടങ്ങളിൽ കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കിയത് അമേരിക്കക്കാരനാണെങ്കിലും അതിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് നമ്മളാണ്. കാരണം ഔട്ട്സോഴ്സിങ്ങിൽ നമ്മളാണ് നമ്പർ 1 നിൽക്കുന്ന ഒരു പൊസിഷൻ. അതുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യാവുന്ന കാര്യം AI ടൂള് യൂസ് ചെയ്യുക, അവരുപയോഗിച്ച് തരട്ടെ. നമ്മൾ LLM ഒന്നും
നമ്മൾ മേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് AI ടൂളുകൾ യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ കുട്ടികൾ പഠിക്കേണ്ടത്. ഇപ്പോൾ അത് എവിടെ എങ്ങനെയൊക്കെ അത് യൂസ് ചെയ്യുക, ഏതെല്ലാം കാര്യങ്ങളിൽ എവിടെയെല്ലാം അതിന് പറ്റിയ ആപ്പ് ഏതാണ് എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ആപ്ലിക്കേഷനാണെങ്കിൽ ആ രീതിയിൽ അത് ഉപയോഗിക്കുക. അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ബ്രാഞ്ച് ഇൻ്റർ ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് പറയാം. അല്ലാതെ ഇന്ന ഒരു ബ്രാഞ്ച് ഇപ്പോൾ മെക്കാനിക്കൽ പഠിച്ചു. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഈ വർഷം നമ്മുടെ പാലക്കാട് IIT മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെൻറ്റ് കിട്ടിയ ബ്രാഞ്ച് മെക്കാനിക്കലാണ്. മെക്കാനിക്കൽ ബ്രാഞ്ചിൽ നിന്നാണ് എല്ലാ കുട്ടികളും പ്ലേസ്ഡായി. കാരണം ഇലക്ട്രിക്കൽ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞാണ്. മെക്കാനിക്കലിലാണ് അവിടെ മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്ലേസ്മെന്റ് കുറവെന്ന് വിലയിരുത്തപ്പെടുന്നതാണ്. ഒരു കമ്പനി അവിടെ വരുമ്പോൾ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചുമായിട്ട് ചേർന്ന് വരുന്ന ആളുകളെ അവർ സെലക്ട് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലേക്ക് വരുമ്പോൾ നമ്മൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് അപ്പുറം ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരും. കാരണം ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് കമ്പനികൾ പറയുന്ന ഒരു പ്രോബ്ലം, ഒരേ തരത്തിലുള്ള ഒരേ അച്ചിൽ വാർത്ത കുട്ടികൾ, ഒരേ മേനി കുട്ടികളാണ് ഒരു കോളേജിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അവർക്കിങ്ങനെ ഒരു മൾട്ടിപ്പിൾ സ്കില്ലിംഗ് ഉള്ള അല്ലെങ്കിൽ പല രീതിയിലുള്ള എക്സ്ട്രാ കാര്യങ്ങൾ പഠിച്ച എക്സ്ട്രാ പ്രോഗ്രാമുകൾ ചെയ്ത കുട്ടികളെ കിട്ടണമെങ്കിൽ ഒരു ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻ്റാണ്. അപ്പോൾ ഇനി മിക്കവാറും കമ്പനികൾ ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ അഡീഷണൽ സ്കിൽസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. മൂക്ക് കോഴ്സുകൾ ഉടമി ഇഡെക്സിൽ അല്ലെങ്കിൽ കോഴ്സെറയിലൊക്കെ അങ്ങനെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ കോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. അങ്ങനെയുള്ള ഒക്കെ അഡീഷണൽ സർട്ടിഫിക്കേഷൻസിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ആ ഒരു സമയത്ത് വരും. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയൊക്കെ വേണം ബ്രാഞ്ച് എടുക്കാൻ. അപ്പോൾ ഇഷ്ടമുള്ള ബ്രാഞ്ച് എടുത്താലേ നമുക്ക് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ബ്രാഞ്ചിനെ കുറിച്ച് അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. സാർ, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജുകളിൽ നിന്ന് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പല വിദ്യാർത്ഥികളും ഇന്ന കോഴ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലയളവാണ്. ഏതൊക്കെയായിരിക്കും ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ബിടെക് ബ്രാഞ്ചുകൾ ഈ ഒരു വർഷത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ? നമ്മൾ ബ്രാഞ്ചിൽ നമ്പർ 1 വരാൻ സാധ്യത കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും CS തന്നെ ആയിരിക്കും. നമ്മളെന്ത് പറഞ്ഞാലും രണ്ടാമത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരാം. CS എന്ന് പറയുമ്പോൾ ചില കുട്ടികൾ CS-ഉം CS-ൻ്റെ സബ്സെറ്റുകൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻസ് ഉള്ള പ്രോഗ്രാമുകൾ, ഇപ്പോൾ AI ആൻഡ് ഡാറ്റ സയൻസ് അങ്ങനെയുള്ളതും ചൂസ് ചെയ്യാറുണ്ട്. ഒരുപക്ഷെ അതിലും ബെറ്റർ കമ്പ്യൂട്ടർ സയൻസ്, ഒന്ന് കമ്പ്യൂട്ടർ സയൻസ്, 2 ECE കൊടുക്കാം, മൂന്നാമത് വേണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ ഇലക്ട്രിക്കലാണ് എൻ്റെ ഒരു കോർ. സർക്യൂട്ട് ബ്രാഞ്ചിൻ്റെ കോർ നമുക്ക് പറയാവുന്നത് ഇലക്ട്രിക്കൽ ബ്രാഞ്ചാണ്. അപ്പോൾ അടുത്ത ഇലക്ട്രിക്കൽ. ഇനി പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ പുതിയ ബ്രാഞ്ചുകൾ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ, അങ്ങനെ പല ബ്രാഞ്ചുകൾ പുതുതായിട്ട് റൈസ് ചെയ്തിട്ടുണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു. എങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ പറയാം. ഇലക്ട്രിക്കൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോർ ബ്രാഞ്ച് തന്നെയാണ് നമുക്ക് എടുത്ത് പറയാവുന്ന മെക്കാനിക്കൽ, കെമിക്കൽ, പിന്നെ സിവിൽ. ആ ഒരു ഓർഡറിലേക്ക് ആണ് നമുക്ക് പറയും. ഇതിനിടയ്ക്കെല്ലാം നമുക്ക് മറ്റു സ്പെസിഫിക് ആയിട്ട് ചില ബ്രാഞ്ചുകൾ അതെല്ലായിടത്തും ഉള്ളതല്ല, എല്ലാ കോളേജിലും ഉള്ളതാവില്ല. അപ്പോൾ ഏത് ബ്രാഞ്ചാണെങ്കിലും അവിടെ ആ ബ്രാഞ്ചിൽ നമുക്ക് കിട്ടാവുന്ന ജോബ് റോളുകൾ എന്തൊക്കെയായിരിക്കും, ഏത് തരത്തിലുള്ള കമ്പനികളായിരിക്കും നമ്മളെ ഹയർ ചെയ്യുന്നത്, കിട്ടാവുന്ന സാലറി പാക്കേജ് എന്തായിരിക്കും, ആ ഒരു ജോബ് റോളിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അച്ചീവ് ചെയ്യേണ്ട അല്ലെങ്കിൽ അക്വയർ ചെയ്യേണ്ട സ്കിൽ സെറ്റുകൾ സസ്റ്റെയിൻ ചെയ്യാന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിന് വേണ്ട സ്കിൽ സെറ്റുകൾ എന്താണ്, എങ്ങനെ എനിക്ക് അപ്സ്കിൽ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം ഈ ഒരു 4 വർഷം സീരിയസ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഈ 4 വർഷം ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ഒരു കോളേജിൽ കുട്ടികൾ ഉണ്ടാകാൻ. കേരളത്തിൽ ബിടെക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിക്കുന്ന 2 കാര്യങ്ങളാണ് ഏത് കോളേജ് തിരഞ്ഞെടുക്കണം, അതുപോലെ തന്നെ ഏത് ബിടെക് ബ്രാഞ്ചുകൾ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. ഇതിനുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഉത്തരവുമായിട്ടാണ് ജോബി സാർ വന്നത്. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു അഭിപ്രായങ്ങൾ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വളരെയധികം യൂസ്ഫുൾ ആകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.